പെപ്പർ ലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ കരിങ്കോഴികളെ വളർത്തുന്ന നമ്മളുടെ കൂട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കരിങ്കോഴികളാണ് ഇവ. അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കരിങ്കോഴികളാണ് ഇവരെല്ലാം. കരിങ്കോഴിയുടെ ഇറച്ചിക്കും അതുപോലെ തന്നെ കരിങ്കോഴിയുടെ മുട്ടയ്ക്കും സ്വാഭാവികമായിട്ടും ആവശ്യക്കാർ ഏറെയുള്ളൊരു സമയമാണിപ്പോൾ. അപ്പോൾ നമ്മളുടെ ഫാമിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ള കേട്ടോ പരമാവധി കോഴികളെ നമ്മളിവിടെ വളർത്തുന്നത്. അതുപോലെ പരമാവധി അഴിച്ചുവിട്ട് അവർക്ക് ചകഞ്ഞ് തിന്നാനൊക്കെ ഉള്ളൊരു സൗകര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് നമ്മളിവിടെ കോഴികളെ വളർത്തുന്നത്. കരിങ്കോഴിയുടെ മുട്ടയിലും അതുപോലെ തന്നെ കരിങ്കോഴിയുടെ ഇറച്ചിയിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. കരിങ്കോഴിയുടെ ഇറച്ചി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരെ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുള്ള ഒരു ഇറച്ചിയാണ് കരിങ്കോഴികൾക്കുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഇറച്ചിയാണ് കരിങ്കോഴികളുടെ. കരിങ്കോഴികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ, കോഴിയുടെ തലയിലെ പൂവ് കണ്ട ഇത് വളരെ അധികം കറുത്താണ് ഇരിക്കുന്നത്. അതുപോലെ ചുണ്ട്, നാക്ക്, അതിൻ്റെ കാല് ഇവയെല്ലാം വളരെയധികം കറുപ്പായിരിക്കും കേട്ടോ. സാധാരണ കറുത്ത കോഴികളല്ല കരിങ്കോഴികൾ എന്ന് പറയുന്നത്. ഇതുപോലെ ചുണ്ട്, അതുപോലെ തന്നെ അവരുടെ പൂവ്, കാല്, സ്കിന്ന് ഇതിനെല്ലാം നല്ല ബ്ലാക്ക് കളറായിരിക്കും. ഇതാണ് നമ്മളുടെ വീട്ടിലുള്ള കരിങ്കോഴികൾ. ഞങ്ങളുടെ കൂട്ടിൽ ഞങ്ങൾ കരിങ്കോഴികളെ വളർത്തുന്നത് അഴിച്ചു വിട്ടിട്ടാണ് കേട്ടോ. അതായത് ഫുള്ള് നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കോഴികളെ അഴിച്ചു വിട്ട് അവർക്ക് ചകഞ്ഞ് തിന്നാനായിട്ടുള്ളൊരു സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാരണം അവർക്ക് ആരോഗ്യത്തോടെയും അതുപോലെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം നിലനിർത്തി നമുക്ക് അവയെ വളർത്താൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പരമാവധി നാച്ചുറലായിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് നമ്മൾ കോഴികൾക്ക് ഇവിടെ കൊടുക്കാറുള്ളത്. അതായത് പച്ചിലകൾ കൊടുക്കും, അതുപോലെ ധാന്യങ്ങൾ, പിന്നെ ചെതൽ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടി കൂട്ടിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ വളർത്തുന്നത്. അല്ലാതെ കൂട്ടിലിട്ട് അടച്ചിട്ടല്ല നമ്മൾ വളർത്തുന്നത്. നാച്ചുറലായിട്ട് ഫുഡുകൾ, വീട്ടിലെ ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പരമാവധി നമ്മളുടെ കോഴികൾക്ക് കൊടുക്കുന്നത്. ഇതിലൂടെ അവയുടെ സ്വാഭാവിക ഗുണം നിലനിർത്തുന്നതിനോടൊപ്പം നമുക്ക് ഇവയ്ക്കുള്ള തീറ്റയുടെ ചിലവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പുറമേ നിന്ന് കോഴിത്തീറ്റയൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ചിലവുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഫുഡ് കിട്ടുകയും അതുപോലെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫാമിൽ ഇപ്പോൾ ഏകദേശം മുട്ടയിടുന്ന ഒരു 50ഓളം കോഴികളാണ് നിലവിലുള്ളത്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബാച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ അതിനുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ മുട്ടയ്ക്ക് ഒരുപാട് ആവശ്യക്കാർ നിലവിലുണ്ട്. അതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്കും ആവശ്യക്കാരുള്ളത് കൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ പ്രതിരോധശേഷി നിലനിർത്താനും അതുപോലെ അവരുടെ ദഹനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഫുഡിൽ നിന്ന് നമുക്ക് കോഴികൾക്ക് കിട്ടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഒരു കരിങ്കോഴിയുടെ നല്ലൊരു പൂവനാണ് ഈ കാണുന്നത്. ഇവരെല്ലാം നമ്മൾ ഇതുപോലെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ഒരു കരിങ്കോഴിയുടെ ഒരു പിടക്കോഴിയാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറത്ത് തൂവൽ പോയ ഭാഗം കണ്ട സ്കിന്ന് ഒരു കറുപ്പ് നിറാണ് സാധാരണ രീതിയിൽ ഇവയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കരിങ്കോഴികളെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.